പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവന്ദനം ആത്മമന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ആവർത്തന പുസ്തകം 33 അധ്യായത്തിൽ 27 വാക്യം 33 ചാപ്റ്റർ 27. ഇവിടെ പുരാതനായ ദൈവം നിന്റെ സങ്കേതവും കീഴെ ശാശ്വത ഭുജങ്ങളുമുണ്ട്. ഡിയൂട്ടോണമി ചാപ്റ്റർ 33 വേഴ്സ് 27. പുരാതനായ ദൈവം നിന്റെ സങ്കേതവും കീഴെ ശാശ്വത ഭുജങ്ങളുമുണ്ട്. അവൻ ശത്രുവിനെ നിന്റെ മുന്നിൽ നീക്കിക്കളഞ്ഞ് സംഹരിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം ഭാഗം. ദാനെക്കുറിച്ച്, അതോടൊപ്പം തന്നെ ഗാദിനെക്കുറിച്ച്, സെബൂലിനെക്കുറിച്ച്, ആശേറിനെ കുറിച്ച് ഒക്കെ പറയുന്ന ഭാഗമാണ്. അവിടെ ആശേറിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോഴും പറയുന്ന ഭാഗമുണ്ട്. അവൻ നിന്റെ ഓടാമ്പൽ ഇരുമ്പും താമ്രവുമായ നിന്റെ ബലം ജീവപര്യന്തം നിൽക്കട്ടെ. അപ്പോൾ പുരാതനായ ദൈവം നിന്റെ സങ്കേതമാണ്. ഇന്ന് പ്രഭാതവേളയിൽ നമ്മുടെ ദൈവം നമ്മുടെ സങ്കേതമാണ്. പുരാതനായ ദൈവം നിന്റെ സങ്കേതമാണ്. കീഴെ എന്തുണ്ട്? ശാശ്വത ഭുജങ്ങളുണ്ട്. വീഴുമെന്ന് തോന്നുമ്പോൾ, തളരുമെന്ന് തോന്നുമ്പോൾ, ഇനി മുൻപോട്ട് പോകാൻ നമുക്ക് കഴിയില്ല എന്ന് തോന്നുമ്പോൾ എന്തുണ്ട്? കീഴെ ഒരു ശാശ്വത ഭുജങ്ങളുണ്ട്. ആശ്വസിപ്പിക്കുന്ന, ധൈര്യം പകരുന്ന, ബലപ്പെടുത്തുന്ന ഒരു ഭുജം നമുക്കായിട്ടുണ്ട്. അത് ഓർത്ത് ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. എത്ര പേർക്ക് ഇന്ന് അങ്ങനെ ഒന്ന് പറയാൻ കഴിയും? എൻ്റെ കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. പുരാതനായ ദൈവമാണ് എൻ്റെ സങ്കേതം. എൻ്റെ ജീവിതത്തിൽ ആരൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ ദൈവമാണ് എൻ്റെ സങ്കേതം. ഇന്ന് പ്രഭാതത്തിൽ ഒന്ന് ഉറക്കെ പറഞ്ഞ്, ദൈവമാണ് എൻ്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. ദൈവമാണ് എൻ്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. പ്രിയരെ, ഇന്ന് ഭാരത്തോടെ ഇരിക്കുക, ഇന്ന് തളർന്നിരിക്കുന്ന വ്യക്തികളോട് ആത്മാവിൽ അതേ ഈ സന്ദേശം ഞാൻ ഓർപ്പിക്കട്ടെ. കീഴെ ശാശ്വത ഭുജങ്ങൾ അതേ അവൻ വഹിച്ച് നമ്മളെ നടത്തും. അതേ വേദനകളിൽ നടത്തും, അതേ ഭാരങ്ങളിൽ നടത്തും. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സകല വിഷയത്തിനകത്തും അതേ ശാശ്വത ഭുജം നീട്ടി നമ്മളെ ജയത്തോടെ നടത്തുവാനിടയായിത്തീരും. ആയതിനാൽ ഇന്ന് പ്രഭാതത്തിൽ ആ ശാശ്വത ഭുജങ്ങൾ നമുക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളൊന്ന് സ്തോത്രം ചെയ്താട്ടെ. എൻ്റെ കൂടെ, എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ, എൻ്റെ കുടുംബത്തിനകത്ത്, എൻ്റെ ഇപ്പോൾ വന്നിരിക്കുന്ന വിഷയങ്ങൾക്കെല്ലാം കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. ആ ഭുജത്തെ അതായത് മുറുകെ പിടിക്കാം. ഭുജം നമ്മളെ എന്ത് ചെയ്യുന്നു? കൈവിടത്തില്ല. ഏതൊക്കെ കരം നമ്മളെ തള്ളിക്കളഞ്ഞാലും, ഏതൊക്കെ കരം നമ്മളെ കൈവിട്ടാലും, ഏതൊക്കെ കരങ്ങൾ നമുക്ക് കൈത്താങ്ങൽ നൽകിയില്ലെങ്കിലും കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. പുരാതനായ ദൈവം എൻ്റെ സങ്കേതമാണ് എന്ന് ഉറക്കെ ഒന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാമോ? നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, വചനത്തിനാട് സ്തോത്രം കേട്ട് എല്ലാവരെയും അനുഗ്രഹിച്ച് ബലപ്പെടുത്തണമേ. കൃപയിൽ പൊതിയണം, ശക്തീകരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.